സ്ത്രീകൾക്കെതിരെ നിലപാട് എടുക്കുന്നവരാണ് ഹേമ കമ്മിറ്റിയുടെയും മറ്റ് പേര് പറഞ്ഞ് തെരുവിലിറങ്ങുന്നത്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം, അൻവറിൻ്റെ ആവശ്യപ്പെട്ട കാര്യവും എല്ലാം ചൂണ്ടിക്കാണിച്ച് കേരളത്തിൽ പ്രതിപക്ഷം എന്താണ് ചെയ്യുന്നത് എന്നതിൻ്റെ കൃത്യമായ തെളിവ് അവരിതിൻ്റെ വസ്തുതാപരമായ കാര്യങ്ങൾ അന്വേഷിക്കുകയോ അതിൻ്റെ ഭാഗമായി എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെടുകയല്ല ചെയ്യുന്നത്. തികച്ചും രാഷ്ട്രീയമായ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ്. അപ്പോൾ തികച്ചും രാഷ്ട്രീയമായ നിലപാട് സ്വീകരിക്കുകയാണ്. അതിന് പൂർണ്ണമായി മാധ്യമങ്ങളിൽ മിക്കവാറും പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള അവസ്ഥ. അപ്പോൾ കേരളത്തിൽ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വന്നാലും മുഖ്യമന്ത്രിക്കും പാർട്ടിക്കുമെതിരായിട്ടുള്ള ഒരു കടന്നാക്രമത്തിൻ്റെ വേദിയായി അതിനൊക്കെ ഉപയോഗിക്കാനാണിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ പാർട്ടിയെയും ഗവൺമെൻറ്റിനെയും പ്രതിസന്ധിയിലാക്കാം എന്ന ഗവേഷണത്തിലാണ് മാധ്യമങ്ങളും ഇപ്പോഴും ഇടപെട്ട് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ അൻവറിൻ്റെ പരാതികളെ സംബന്ധിച്ച് പറയുന്ന മാധ്യമങ്ങൾ നേരത്തെ അൻവറിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഈ അവസരത്തിൽ ഓർക്കുന്നത് നല്ലതാണ്. എല്ലാ കാലവും അൻവറിനെ പറ്റി ഇങ്ങനെയല്ല പറഞ്ഞിരുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലാവണമല്ലോ. നിങ്ങൾ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഓരോന്നിലും ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു സാമ്പിൾ പറയാനാണ്. കേരളത്തിൻ്റെ പരിസ്ഥിതി തകർക്കുന്ന നടപടികൾ സ്വീകരിക്കുന്ന റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ നടത്തുന്ന ഏറ്റവും പിന്തിരിപ്പനായ രാഷ്ട്രീയക്കാരനാണ് അൻവർ എന്നാണ് നിങ്ങൾ ചിത്രീകരിച്ചത്. അങ്ങനെ മറന്നു പോകേണ്ട കാര്യമുള്ളതല്ല. അത് വളരെ വിദൂരമായ ഒരു ഭാവിയിലുമല്ല, ഭൂതത്തിലുമല്ല, സമീപ ഭൂതകാലത്ത് വന്ന ചർച്ചയാണ് ഞാൻ പറയുന്നത്. സാമൂഹ്യദ്രോഹി എന്ന നിലയിലുള്ള പ്രതിപാദനത്തിനായിരുന്നു പൊതുവിൽ മാധ്യമങ്ങൾ അന്ന് ആ പദം ഉപയോഗിച്ച് അൻവറിനെ പരിചയപ്പെടുത്തിയത്. അത്തരത്തിൽ മാധ്യമങ്ങൾ ചിത്രീകരിച്ച അൻവറിനെ ഇപ്പോൾ പ്രാധാന്യം നൽകുന്നു എന്നത് ശ്രദ്ധേയമാണ്. അവരുടെ പരാതികളെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായി ഉപയോഗിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകാൻ സാധിക്കേണ്ടതായിട്ടുണ്ട്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി എന്നതുകൊണ്ട് മാത്രമാണ് അൻവറിനെ അന്നവർ എതിർത്തത്. ഇപ്പോഴെങ്കിലും മനസ്സിലാക്കുന്നത് എല്ലാവർക്കും കൃത്യമായിട്ട് രാഷ്ട്രീയ വിരുദ്ധത അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത എങ്ങനെയാണ് പ്രയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ അവസരം നൽകുന്ന ഒന്നാണ്. അൻവർ പിന്തുണക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ഒപ്പം നിൽക്കുമെന്നും അതാണ് അൻവറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അവസാനം വരെ പറഞ്ഞിട്ടുള്ള കാര്യം. മുഖ്യമന്ത്രിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും മുഖ്യമന്ത്രിയെ കണ്ട ശേഷം അൻവർ പ്രസ്താവിച്ചപ്പോൾ മാധ്യമങ്ങൾ അദ്ദേഹത്തെ ചിത്രീകരിച്ച് ഒറ്റ മിനിറ്റ് കൊണ്ട് ചിത്രീകരിച്ചുകൊണ്ടിരുന്ന ചിത്രത്തിൽ അങ്ങോട്ട് മാറ്റം വരുത്തിയിട്ട് അവിടെ ഒരു പുതിയ ജീവി താരതമ്യം ചെയ്യാനല്ലേ നിങ്ങളെല്ലാം പുറപ്പെട്ടത്? എത്ര വേഗമാണ് മാറുന്നത്! ആ മാറ്റമാണ് കേരളം കണ്ടത്. അപ്പോൾ അൻവർ തന്നെ പറഞ്ഞു ആ ജീവി അത്ര മോശമല്ല, എലി, അതാണല്ലോ നിങ്ങൾ ഉപമിച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത അങ്ങേ അറ്റം വരെ കൊണ്ടുപോയി അതിൻ്റെ ഭാഗമായിട്ട് അൻവറിനെ എങ്ങനെയാണ് ഉപയോഗിക്കാനാവുക എന്നുള്ളതാണ് മാധ്യമങ്ങളും അതുപോലെ തന്നെ ബൂർഷ്വാ പാർട്ടികളും യഥാർത്ഥത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് ചേർന്ന് നിന്നു കഴിഞ്ഞാൽ അയാൾ മോശക്കാരനാവുന്ന പ്രക്രിയയാണ് അൻവറിൻ്റെ ഇക്കാര്യത്തിലും അവർ ആവർത്തിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ സർക്കാരിൻ്റെയും ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും എതിർക്കുവാനുള്ള സാധ്യതകൾ അന്വേഷിക്കുന്ന മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആഘോഷമാക്കി മാറ്റുവാനാണ് ഇപ്പോഴവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത്തരം മോഹങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമ സുഹൃത്തുക്കളും ഓർക്കുന്നത് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. രാഷ്ട്രീയമായ കാര്യം വെച്ച് ഗവൺമെൻറ്റിനെയും പാർട്ടിയെയും ആക്രമിക്കുന്നതിന് ഇത്തരത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങളെ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ നടത്തുന്ന ശ്രമങ്ങളൊന്നും വിജയിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതല്ല. തികച്ചും രാഷ്ട്രീയമാണ് എന്ന് സുധാകരൻ്റെ പ്രസ്താവനയോടുകൂടി എല്ലാവർക്കും മനസ്സിലായി. ഇന്നലെ യൂത്ത് കോൺഗ്രസിൻ്റെ സമരമായിരുന്നു, ഇന്ന് കോൺഗ്രസിൻ്റെ സമരമായിരുന്നു.
യൂത്ത് കോൺഗ്രസിൻ്റെ സമരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ സുധാകരൻ പറഞ്ഞത് പോലീസിനെ നേരിടുന്നതാണ്, സമരരംഗത്തല്ല എവിടെയായാലും. ഇതാ മറ്റോ ഡിവൈഎഫ്ഐക്കാരാണ് പറഞ്ഞിരുന്നതെങ്കിൽ നിങ്ങളുടെ മാധ്യമങ്ങൾ എന്തായിരുന്നു ഇന്നത്തെ വാർത്തയായിട്ട് വരിക? ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേരളത്തിൽ ഇടതുപക്ഷക്കാരോ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐക്കാരോ ആരെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ എന്തായിരിക്കും ഇന്നത്തെ ചർച്ച, ഇന്നലത്തെ ചർച്ച? എന്താ നിങ്ങൾ ചർച്ച നടത്താൻ പറ്റാത്തത്?